ദൈവം തന്നെ അനുഗ്രഹം വർഷിക്കും. രാത്രിയിൽ ഞാൻ അവിടുത്തെ സ്തുതിക്കും. നീ ദൈവത്തിൽ. അങ്ങനെ ആത്മീയ ജീവിതത്തിലേക്ക് ചുവടുറപ്പിച്ച വാവയ്ക്ക് ഹായ് ഓൾ, LS ടോക്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളായല്ലേ വ്ളോഗിലൊക്കെ കണ്ടിട്ട്. വ്ളോഗിലെന്ന് പറഞ്ഞാൽ ഷോർട്സ് ഞാൻ ചെയ്യുന്നുണ്ട്, പക്ഷെങ്കിൽ ലോങ് വീഡിയോസ് എഡിറ്റ് ചെയ്തിടാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് മടി പിടിച്ചു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വീഡിയോസൊക്കെ പെൻഡിങ് ആയിരുന്നു, ലോങ് വീഡിയോസ്. അപ്പം ഇന്ന് എന്തായാലും ഞങ്ങളൊരു ഡേ ഇൻ അവർ ലൈഫ്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ഉച്ചവരെയൊക്കെയുള്ള ഒരു ലൈഫ് കാണിക്കാമെന്ന് വിചാരിക്കുന്നു. വീക്കെൻഡ് ആണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു സ്ഥലം വരെ പോവാണ് കേട്ടോ, എയിൽസ്ബറി വരെ. സോനു ഡ്രൈവ് ചെയ്യുന്നു. അപ്പം ഞങ്ങള് എയിൽസ്ബറിയിൽ ഞങ്ങൾക്കൊരു ചെറിയൊരു മാമോദിസ ഫംഗ്ഷൻ ഉണ്ട്. അപ്പം റെഡിങ്ങിൽ നിന്നും എയിൽസ്ബറിയിലേക്കുള്ള യാത്രയാണ് കേട്ടോ ഇപ്പം ഞങ്ങള്. അപ്പം ഇതേ ഒരു കാട്ടിക്കൂടെ പൊക്കോണ്ടിരിക്കുകയാണ് ഇപ്പം. അപ്പോൾ മാമോദിസ നമ്മൾ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ. മാമോദിസ നാട്ടിൽ കൂടിയിട്ടുണ്ടെങ്കിലും മലയാളികളുടെ മാമോദിസ UK വന്നിട്ട് ഫസ്റ്റ് ടൈമാണ്. അതുപോലെ തന്നെ ഈ കണ്ടോ, ഈ ചുരിദാറൊക്കെ ഇങ്ങനെ പൊടി തട്ടി നമ്മൾ പെട്ടിയിൽ നിന്ന് ഇടുന്നത് ഇപ്പം ആദ്യമായിട്ടാണ്. ഇവിടെ കൊണ്ടുവന്നിട്ട് 2-3 വർഷമായി ചുരിദാറൊക്കെ, പക്ഷേങ്കിൽ ഫസ്റ്റ് ടൈമാണ് ഈ ചുരിദാർ ഞാൻ ഇടുന്നത്. പിന്നെ ഇന്നത്തെ ഒരു ഫംഗ്ഷന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ലൈഫിൽ എനിക്ക് തോന്നുന്നു ഞാൻ ആങ്കറിങ് ഒന്നും ഞാൻ അങ്ങനെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ വ്ളോഗിങ് ഇപ്പം ചെയ്യാൻ തുടങ്ങി. ആങ്കറിങ് ഒന്നും എൻ്റെ ലൈഫിൽ ഇതുവരെയും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് ചെറിയൊരു ആങ്കറിങ്ങും കൂടെ ചെയ്യുന്നുണ്ട് മാമോദിസ ഫംഗ്ഷന് ഞാൻ. അപ്പോൾ അതും കൂടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എങ്ങനെയാവുന്നൊന്നും അറിയില്ല. ചെറിയൊരു സ്റ്റേജ് ഫിയർ ഒന്നും ഇപ്പം അങ്ങനെ തോന്നുന്നില്ല, പക്ഷേ അങ്ങനെ ചെയ്യാതിരിക്കുന്ന ഒരു സംഭവം നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ഉള്ളൊരു ടെൻഷനും പേടിയൊക്കെ ഉണ്ടല്ലോ, അത് പക്ഷെ അവിടെ ചെല്ലുമ്പോൾ മാറുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരുപാട് ആളുകളൊന്നും ഇല്ല, ഒരു 10-100 പേരൊക്കെ കാണുള്ളൂ. അപ്പോൾ എന്തായാലും ഞങ്ങൾ യാത്രയിലാണ്. അപ്പോൾ ഇനി നമ്മൾക്ക് അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളെ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ നിന്റെ നിയമം അങ്ങയെ തേടുന്നു. ജീവന്റെ ദൈവത്തെ കാണുവാൻ എൻ്റെ ആത്മാവ് ദാഹിക്കുന്നു. രാവും പകലും ഞാൻ കണ്ണുനീര് കുടിക്കുന്നു. ഞാനെപ്പോൾ എൻ്റെ ദൈവത്തെ കാണും. എൻ്റെ ആത്മാവെ, നീ എന്തിനാകുലപ്പെടുന്നു? നീ എന്തിനു വിഷാദിച്ചുകൊള്ളുന്നു? നീ ദൈവത്തിൽ ആശ്രയിക്കുക. രക്ഷകനായ ദൈവത്തെ ഞാൻ പ്രകീർത്തിക്കും. എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു. പകൽ ദൈവം തന്നെ അനുഗ്രഹം ഭക്ഷിക്കും. രാത്രിയിൽ ഞാൻ അവിടുത്തെ സ്തുതിക്കും. നീ ദൈവത്തിൽ അഭിമുഖമായി തീരുന്ന ഈ ദാസിയുടെ സ്വീകരണം വഴി ആത്മീയവും ശാരീരികവുമായി വളരുവാൻ ഇടയാകട്ടെ. ഈ ദാനത്തെ പ്രതി ഈ ദാസിയോട് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സകല നീതിയും പൂർത്തിയാക്കുവാൻ വേണ്ടി യോർദാനിൽ വെച്ച് യോഹന്നാനിൽ നിന്ന് മാമോദിസ സ്വീകരിക്കുകയും മാമോദിസ നൽകുവാൻ സ്ലീഹന്മാരെ നിയോഗിക്കുകയും ചെയ്ത കർത്താവെ, ഈ കൂദാശ യഥാവിധി പരിക്രമം ചെയ്യുവാൻ എന്നെ യോഗ്യനാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. നമ്മുടെ കർത്താവായ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, പരിശുദ്ധാത്മാവിന്റെ ആവാസത്താൽ ഔദ്യോഗിക്കപ്പെട്ട ഈ ധൈര്യം കൊണ്ട് അഭിഷിക്തരാകുന്ന അങ്ങയുടെ ദാസിയെ മിശിഹായുടെ രാജകീയ പൗരോഹിത്യത്തിൽ പങ്കുകാരാക്കുവാനും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളാക്കുവാനും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായിരിക്കും. കർത്താവായ ദൈവമേ, യോർദാനിൽ വെച്ച് മാമോദിസ സ്വീകരിച്ചപ്പോൾ ഈശോയുടെ മേൽ ഇറങ്ങി വസിച്ചവനും മനുഷ്യ പ്രകൃതിയെ നവീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവ് ഈ ജലത്തിൽ ഇറങ്ങി വസിക്കട്ടെ. അവിടുന്ന് ആവസിക്കുന്ന ഈ ജലത്തിൽ സ്നാനപ്പെടുന്നവർക്ക് രക്ഷ ലഭിക്കുമാറാകട്ടെ. മാമോദിസായനോട് പാപമോചനം നൽകി ആത്മീയ ജന്മം നൽകുന്ന ഒരു പുതിയ മുദ്രമായി തീരുവാൻ ഈ ജലം പരിശുദ്ധാത്മാവിൻ്റെയും പിതാവിൻ്റെയും പുത്രൻ്റെയും നാമത്തിൽ ആശീർവദിക്കപ്പെടുകയും വിശുദ്ധ തൈലത്തോട് കലർത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എലിസബത്ത് വിശുദ്ധ തൈലം കൊണ്ട് ലേപനം ചെയ്യപ്പെടുന്നു. ആമേൻ.
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എലിസബത്ത് മാമോദീസ മുക്കപ്പെടുന്നു. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ വിശുദ്ധിയുടെ വസ്ത്രത്താൽ നിന്നെ അലങ്കരിക്കുകയും നിഷ്കളങ്കരമായി ജീവിക്കുവാൻ നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. ആമേൻ. കൊടുപ്പിടിക്കുക. അപ്പൊ അതല്ല ഒരു 15 മിനിറ്റിന്റെ ഒരു യാത്രയുണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെറിയ രീതിയിൽ ബ്ലോക്ക് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ സമയം ഇപ്പം ഏകദേശം 1 മണിയൊക്കെ ആവാറായി. ഇപ്പം ചെറിയ ബ്ലോക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഹാളിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഹാളിൽ ചെന്നിട്ടാണ് ബാക്കിയുള്ള ഫംഗ്ഷന്റെ പരിപാടികളൊക്കെ നടക്കുന്നത്. അപ്പം ഇനി ഹാളിൽ ചെന്നിട്ട് നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ആഘോഷം എന്ന് പറയുന്നത് വളരെ വളരെ മീനിങ് ആയ ഒന്നാണ്. അപ്പം ഇന്ന് സിയ സഞ്ജു എലിസബത്ത് എന്ന നാമത്തിൽ ക്രിസ്ത്യാനി സഭയുടെ അംഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ആത്മീയ ജീവിതത്തിലേക്ക് ചുവടുറപ്പിച്ച വാവയ്ക്ക് 1000 ആശംസകൾ നേർന്നുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാം. So, let's begin our celebration. Firstly, I would like to welcome everyone who gathered here for the baptism ceremony of our dear little cutie, Siya Sanju. Welcome you all for this occasion. Let me introduce myself. I am Lija, friend of Ansi Pius. So, ആദ്യമായിട്ട് തന്നെ ഞാൻ നമ്മുടെ സിയ സഞ്ജുവിനെയും അവളുടെ പേരൻസിനെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പം മിസ്സസ് സഞ്ജു സന്തോഷ് മുപ്രാപള്ളിയിൽ ആൻഡ് അമൽ സഞ്ജു, പിന്നെ അവരുടെ മൂത്ത കുഞ്ഞായ സെയിൻ സഞ്ജു, അവരുടെ ബ്യൂട്ടിഫുൾ കുഞ്ഞായ സിയ സഞ്ജുവിനെ കൂടെ സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. നമുക്ക് അവർക്കൊരു വലിയ കയ്യടി കൊടുക്കാം കേട്ടോ. സങ്കീർത്തനം 127 അധ്യായം 3 വാക്യത്തിൽ പറയുന്നത് പോലെ കർത്താവിന്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. അതുകൊണ്ട് തന്നെ ഈ നിമിഷം വളരെയധികം നന്ദിയോട് കൂടി നമുക്ക് കർത്താവിനെ ഓർക്കാം. ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ചോദിക്കാൻ വേണ്ടിട്ട് പോകുന്നത്. സിയ സഞ്ജുവിന്റെ അറൈവലില്, സിയ സഞ്ജുവിന്റെ മാമോദിസ ദിവസം ഏറ്റവും അധികം ഹാപ്പി ആൻഡ് ത്രില്ഡ് ആയിരിക്കുന്നത്, ഇപ്പം അമലിനെയും സഞ്ജുവിനെയും കൂടാതെ ഏറ്റവും അധികം ഹാപ്പി ആയിരിക്കുന്നത് ആരായിരുന്നു നിങ്ങൾക്ക് ഗസ് ചെയ്യാമോ? യെസ്, ഗ്രാൻഡ് പേരൻസ്. അപ്പം നമുക്ക് ഗ്രാൻഡ് പേരൻസിനെയും കൂടെ സ്റ്റേജിലേക്ക് വിളിക്കാം. മിസ്റ്റർ സഞ്ജുവിന്റെ പേരൻസ് സഞ്ജു ജോസഫ് മുപ്രാപള്ളിനെയും മിസ്സസ് ഷിനുമോൾ സന്തോഷിനെയും ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. along with പയസ് അനലിൽ ആൻഡ് ആൻസി പയസിനെയും സ്റ്റേജിലേക്ക് വിളിക്കുകയാണ് കേട്ടോ. അപ്പൊ അവർക്ക് നമുക്കൊരു കയ്യടി കൊടുക്കാം. Let me also invite the sibling of Sanju Santosh, Mr. Samuel Santosh, to the stage. പിന്നെ ഈ ഒരു ഒക്കേഷനിൽ
അൺഫോർച്ചുനേറ്റ്ലി എത്താൻ പറ്റാത്ത 3-4 ആളുകളുടെ പേരും കൂടെ ഞാൻ മെൻഷൻ ചെയ്യുകയാണ്. സഞ്ജു സന്തോഷിൻ്റെ ബ്രദറും ഫാമിലിയും, അതായത് സോനു സന്തോഷ്, സ്റ്റേഷ്യ ആൻഡ് സമോറ. അതോടൊപ്പം തന്നെ സഞ്ജു സന്തോഷിൻ്റെ ഇളയ സിസ്റ്ററായ സാന്ദ്ര സന്തോഷിനെയും കൂടെ ഞാൻ ഈ ഒരു അവസരത്തിൽ മെൻഷൻ ചെയ്യുകയാണ്. അൺഫോർച്ചുനേറ്റ്ലി അവർക്ക് ഈ ഒരു ഒക്കേഷനിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല, ബട്ട് അവരെയും നമുക്ക് ഓർക്കാം. അടുത്തതായിട്ട് ഞാൻ മൈക്ക് മിസ്റ്റർ സഞ്ജു സന്തോഷിന് കൊടുക്കുകയാണ് ഫ്യൂ വേർഡ്സ് സംസാരിക്കാൻ വേണ്ടിയിട്ട്. Everybody, thank you for coming. ഇന്നത്തെ ബാപ്റ്റിസം സിയ സഞ്ജുവിൻ്റെ 5ാം മാസത്തിലാണ് അവളുടെ ബാപ്റ്റിസം. അവൾ ഇന്ന് നല്ല കുട്ടിയായ അവൾ ബാപ്റ്റിസം എല്ലാം നേർന്ന് നമ്മളിന്ന് നിങ്ങളുടെ കൂടെ എൻജോയ് ചെയ്യാൻ പോവാണ്. സോ ഞങ്ങളുടെ ചടങ്ങുകൾക്ക് വന്നതിന് എല്ലാവരോടും ആർദ്രമായ വെൽക്കം ഞാൻ ചെയ്യുന്നു. ആൻഡ് താങ്ക് യു ടു എവറിബഡി ഹു ടുക്ക് ദ ടൈം ഔട്ട് ടു കം ടുഡേ. And let me call upon our Father Jace, to the stage for the welcome prayer. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിയുള്ള കേക്ക് കട്ടിംഗ് ഫംഗ്ഷനിലേക്ക് നമ്മൾ കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫാദർ. In the name of the Father, and of the Son, and of the Holy Spirit. God, our loving Father, we thank you and praise you for this beautiful moment. Lord, as we are here to share the meal of love, we ask you to bless the meal and also all those who have prepared it. And Enjoy the food and have a good day, everyone. Thank you. മുത്തനെ കുന്നിൻ താഴ്വരയിൽ നിത്യകാമുകി ജാതം തിരുമിഴി തുറന്നു അവിരമുന്തിരി പുലോ പല വിഴി നീലോ പല കൂടുതലാണോ? അനാലി പയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കം ഫോർവേഡ്. അനാല് എല്ലാവരും പിന്നെ വയസ്സെന്ന് വിളിച്ചാലും എനിക്കിപ്പോഴും പറഞ്ഞാൽ അനാലിൽ വിളിച്ചിട്ട് ഫോളൂ. അതുകൊണ്ട് ഞാനിപ്പോഴും അനാലിൽ മാത്രം വിളിക്കാറുള്ളൂ. വർഷങ്ങളുടെ ബന്ധമാണ്. ഞങ്ങള് സഹപാഠികളാണ്.
അങ്ങനെ നമ്മുടെ ഫംഗ്ഷൻസ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഭയങ്കര ടയേർഡായി, ഏകദേശം വൈകുന്നേരമൊക്കെ ആയി. അപ്പോൾ ഫംഗ്ഷൻസ് അവിടെ തീർന്നിട്ടില്ല, 6 മണി വരെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം ഞങ്ങൾ എന്തായാലും പോവാണ് കേട്ടോ. നല്ല വെയിലുണ്ട് കേട്ടോ. 4 മണിയായി. അപ്പോൾ നമ്മൾ ഇനിയിപ്പം തിരിച്ച് റെഡിങ്ങിലേക്ക് പോവാണ്, ഇപ്പോൾ എയിൽസ്ബറിയിൽ നിന്നും. അപ്പം നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ഇനി അതുവരേക്കും ബൈ ബൈ.